എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഏകദേശം മാർച്ച് പകുതി മുതൽ ശത്രുദോഷം പിടിമുറക്കാൻ പോകുന്ന 5 നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാരണം രാഹുവും കേതുവും വിപരീത ദിശകളിൽ അതിശക്തമായി നിലയുറപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ പറയാൻ പോകുന്ന ഈ 5 നക്ഷത്രക്കാർക്ക് അവർ ചെന്ന് തൊടുന്നതെല്ലാം അബദ്ധങ്ങളായി മാറാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമായി വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ വരെ നേരെ വിപരീതമായി പരിണമിക്കാനുള്ള അവസ്ഥയായിരിക്കും ഈ സമയങ്ങളിൽ സംജാതമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. ഇതെന്തടിസ്ഥാനത്തിലാണ് ഇത്രയും വ്യക്തമായി പറയുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്ക് രാഹുവിനെ കുറിച്ച് ഒന്ന് നോക്കാം. അതിനുശേഷം കേതുവിലേക്ക് പോകാം. നമുക്കറിയാം, ഈ രാഹു എന്നാൽ ആഗ്രഹവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ രാഹു ഒരു നക്ഷത്രക്കാരനെ അല്ലെങ്കിൽ നക്ഷത്രക്കാരിയെ പ്രതികൂലമായി ബാധിച്ചാൽ അവരിൽ ഉന്മാദം ഉടലെടുക്കുന്നതാണ്. അതോടുകൂടി ആ വ്യക്തിക്ക് ബുദ്ധികൾ തോന്നും. അതായത് ഇതൊരു പ്രായമായ വ്യക്തിയെ ഉദാഹരണമായി എടുത്തൊന്ന് പറയുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് ചില പൊട്ട ചിന്തകൾ ഒക്കെ ആയിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ എപ്പോഴും കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിലും അങ്ങനെ സംഭവിച്ചാലോ എന്നോർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷെ ആരെങ്കിലും ഇവരുടെ ശത്രുഭാഗത്തുണ്ടെങ്കിൽ അവൻ എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നോർത്ത് വെറുതെ ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞത് മുതിർന്നവർക്ക് സംഭവിക്കുന്ന മിഥ്യാഭ്രമമാണെങ്കിൽ, ഈ അവസ്ഥയിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചാണ് ഇത് ഏറ്റവും ഭയാനകമായി മാറാൻ പോകുന്നത്. ഇവിടെ ഈ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25 വയസ്സ് മുതൽ 45 വയസ്സിനുള്ളിലുള്ള സ്ത്രീ പുരുഷന്മാർക്ക് ഇത് വളരെ കടുപ്പമായിരിക്കും. പറയാൻ കാരണം, രാഹു പ്രതികൂലമായി ആ ജാതകരിൽ അല്ലെങ്കിൽ ആ ജാതകയിൽ പിടിമുറുക്കുമ്പോൾ തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ ഇവർക്ക് താല്പര്യം വർദ്ധിക്കും. ഇതിന് കാരണമാകുന്നത് രാഹു ഇവരെ പല വിധത്തിലുള്ള പകൽക്കിനാവുകളും കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അതോടുകൂടി ചെറുപ്പക്കാർ പല അബദ്ധങ്ങളിലും ചെന്നുപെടാൻ വേണ്ടി അവരുടെ മനസ്സ് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. മാത്രവുമല്ല, പിന്നീട് എത്ര ശ്രമിച്ചാലും ശരി അതിൽ നിന്നും തിരിച്ചു കരകയറിപ്പോരാനും സാധിക്കില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്ന മറ്റൊരു അബദ്ധം, ആരെങ്കിലും ഒരു അത്യാവശ്യം നിങ്ങളോട് പറഞ്ഞ് അല്ലെങ്കിൽ അല്പം സെൻറ്റിമെൻറ്റ്സ് കാണിച്ചുകൊണ്ട് കുറച്ച് രൂപ നിങ്ങളോട് കടം ചോദിക്കുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ അതിൻ്റെ വരാഴിക മനസ്സിലാക്കാതെ വലിയൊരു തുക അവർക്ക് നിങ്ങൾ ഈ സമയത്ത് ഉറപ്പായിട്ടും കടം കൊടുക്കും. ഇനിയൊരു പക്ഷേ തൻ്റെ കൈവശം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പണം എവിടെന്നെങ്കിലും പലിശയ്ക്ക് എടുത്തിട്ടാണെങ്കിലും ശരി ഈ സമയങ്ങളിൽ അവരെ നിങ്ങൾ കടം കൊടുത്ത് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കടം കൊടുത്ത പണം അത് തിരികെ കിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി അതിദാരുണമായ യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നേക്കാവുന്ന സാഹചര്യങ്ങളും ഇതിനനുബന്ധമായിട്ട് നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഹു ബാധിച്ചാൽ ഇതാണ് ജാതകൻ്റെ അവസ്ഥയെങ്കിൽ, കേതു ബാധിച്ചാൽ ഇതിൽ നിന്നും രാപകൽ വ്യത്യസ്തമാണ്. പറയാൻ കാരണം, ഈ രാഹുവും കേതുവും ചേട്ടൻ അനുജ സഹോദരന്മാരാണെങ്കിലും രാഹു പ്രവർത്തിക്കുന്നതിന് നേരെ വിപരീതമായിട്ടാണ് കേതു പ്രവർത്തിക്കുക. കാരണം കേതു കുത്തിത്തിരിപ്പിൻ്റെ ആളാണ്. അതായത് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നാരോപിച്ച് നിങ്ങൾ അതിൽ പഴി കേൾക്കേണ്ട അവസ്ഥാവിശേഷങ്ങൾ ഉറപ്പായിട്ടും സംജാതമാകും. വാസ്തവത്തിൽ നിങ്ങൾ വായോ മനസ്സോ അറിയാത്ത കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾ ചെയ്തതായിട്ടായിരിക്കും ഫലത്തിൽ അനുഭവത്തിലേക്ക് വരുന്നത്. ഇത്രയുമാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും പൊതുവായിട്ടുള്ള ആ സ്വഭാവ സവിശേഷതകളായിട്ട് ജ്യോതിഷശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ജ്യോതിഷശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല, നമ്മൾ ഈ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ അവരുടെ അനുഭവങ്ങളും ഈ പറഞ്ഞതുമായിട്ട് അക്ഷരം പ്രതി ശരിയാണ് താനും. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇതിൽ പറയാൻ പോകുന്ന ഈ 5 നക്ഷത്രക്കാർക്ക് രാഹുവും കേതുവും കൂടി ഒരുമിച്ച് ബാധിക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്,
ഒരു വശത്ത് രാഹു നൽകുന്ന മിഥ്യാധാരണകളും മറുവശത്ത് കേതു സൃഷ്ടിക്കുന്ന കുത്തിത്തിരിപ്പുകളും നിങ്ങളെ വട്ടം കറക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ പ്രതിവിധിയുണ്ട്, അതും കൂടി ഇതിനോടൊപ്പം പറയാം. അപ്പോൾ പറഞ്ഞ പോലെ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകാൻ പോകുന്ന 5 നക്ഷത്രക്കാരിൽ ആദ്യം വരുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് രാഹു കേതു സംഗമം ശത്രുദോഷം ഘടിപ്പിക്കാൻ സാധ്യതയായി തീരും എന്നതാണ് നമുക്ക് ഗ്രഹനിലയിൽ നിന്നും കിട്ടുന്നത്. നിങ്ങൾ വിശ്വസിച്ച് കൂടെ കൂട്ടിയവർ തന്നെ നിങ്ങൾക്കെതിരെ കരുനീക്കങ്ങൾ നടത്താൻ ഈ സമയം കാരണമാകും. പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഉറപ്പായിട്ടും തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നെല്ലാം അവർ പറഞ്ഞു വരുത്തുന്നതായിരിക്കും. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് അത്യാവശ്യമുള്ളത് മാത്രം നടത്തി മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് ഏതാണെന്ന് നോക്കുമ്പോൾ ശത്രുദോഷ പരിഹാരത്തിനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് വേലാരാധന നടത്തുന്നതും അതുപോലെ തന്നെ നാഗരാജാവിന് മഞ്ഞൾ പൊടി സമർപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രവചനങ്ങൾ കേൾക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതിയാകും. എല്ലാ ശനിയാഴ്ച തോറും നവഗ്രഹ പൂജയുണ്ട്, അതിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മാത്രമല്ല ഇവിടെ 100 പാലും നമ്മൾ ഈ നവഗ്രഹ പൂജയോടൊപ്പം കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിലും കൂടി ചേർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹുവിൻ്റെ സ്വാധീനം മൂലം അനാവശ്യമായ ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കുകയും അത് വലിയ അബദ്ധങ്ങളിൽ നിങ്ങളെ ചെന്ന് ചാടിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് വഴി വലിയ ശത്രുത സമ്പാദിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധ്യതയുണ്ടായിത്തീരും. കേതുവിൻ്റെ സ്വാധീനത്താൽ കുടുംബത്തിൽ അസ്വസ്ഥതകളും ദാമ്പത്യ കലഹങ്ങളും ഉണ്ടാകാൻ വളരെ വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കും ജാമ്യം നിൽക്കാനോ പണം കടം കൊടുക്കാനോ ഈ കാലയളവിൽ ഒരിക്കലും മുതിരരുത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായിട്ട് കഴിപ്പിക്കുന്നതും ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുന്നതും ഈ ദോഷമുക്തിക്ക് നിങ്ങൾക്ക് കാരണമായി തീരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്നാൽ മതിയാകും. അത് പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇനി അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രം. രാഹുവിൻ്റെ അമിത സ്വാധീനം ചോതി നക്ഷത്രക്കാരിൽ പ്രത്യേകിച്ചും ഈ മാർച്ച് പകുതിക്ക് ശേഷം അങ്ങോട്ട് പെട്ടെന്ന് പണക്കാരനാകാനുള്ള മോഹത്താൽ തെറ്റായ വഴിയിലൂടെ നിങ്ങളെ സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് പിന്നീട് വലിയ നിയമക്കുരുക്കുകളിലേക്കോ അല്ലെങ്കിൽ വലിയ അപമാനത്തിലേക്കോ നിങ്ങളെ നയിച്ചേക്കാമെന്നും വ്യക്തമായി കാണുന്നുണ്ട്. ശത്രുക്കൾ നിങ്ങളുടെ വീഴ്ചയ്ക്കായി കാത്തിരിക്കുന്ന ആ ഒരു സമയമായതിനാൽ നിങ്ങൾ ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് വെച്ചുകൊണ്ടു പോകുവാൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സൗഹൃദങ്ങളിൽ നിന്നോ തീർച്ചയായിട്ടും അകലം പാലിക്കുക. ഇത് ഉറപ്പായിട്ടും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് ഗണപതി ഹോമം നടത്തി തടസ്സങ്ങൾ നീക്കുക. രാഹു പ്രതിക്കായി സർപ്പബലിയോ 100 പാലും വഴിപാടുകളോ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി. ഇനി അടുത്തത് നാലാമത്തേത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് വാഗ്ദോഷം വരാൻ വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരം മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിക്കുകയും അത് വലിയ ശത്രുതയ്ക്ക് കാരണമായി തീരുകയും ചെയ്യുമെന്നാണ് രാശിഫലത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകർ നിങ്ങൾക്കെതിരെ ഗ്രൂപ്പിസം ഉണ്ടാക്കാനുള്ള സാധ്യത വ്യക്തമായി കാണുന്നുണ്ട്. കേതുവിൻ്റെ കുത്തിത്തിരിപ്പുകൾ കാരണം ഉറ്റ സുഹൃത്തുക്കൾ പോലും നിങ്ങളെ സംശയിക്കുന്ന അവസ്ഥാവിശേഷങ്ങളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും സംജാതമാകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജോലി സ്ഥലത്തെ രഹസ്യങ്ങൾ അത് നിങ്ങൾ ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി അത് ഉറപ്പായിട്ടും കഴിപ്പിക്കുക. ഈ രക്തപുഷ്പാഞ്ജലി നിങ്ങൾ കഴിപ്പിച്ചാൽ ശത്രുദോഷം അകറ്റാൻ നിങ്ങൾക്ക് മറ്റൊരു മാർഗം അന്വേഷിച്ച് പോകേണ്ട
യാതൊരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ പരിപൂർണമായി ശാന്തമാക്കാൻ സഹായിക്കുന്നതായിരിക്കും. അതിന് അടുത്തത് അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള നക്ഷത്രം രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ മാനസികമായ തളർച്ചയും ഭയവും ഉറപ്പായിട്ടും അനുഭവപ്പെടുന്നതായിരിക്കും. രാഹുവിൻ്റെ സ്വാധീനത്താൽ ഇല്ലാത്ത ശത്രുക്കളെ ഭയന്ന് നിങ്ങൾ സ്വയം പിൻവലിയാൻ സാധ്യതയുണ്ട്. എന്നാൽ കേതു നിങ്ങളെ അറിയാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത പ്രവൃത്തികൾക്ക് മറ്റുള്ളവരെ കൊണ്ട് കുറ്റങ്ങൾ നിങ്ങൾക്കെതിരെ ആരോപിക്കപ്പെടുകയും പഴി കേൾപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള ചെറിയൊരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അപരിചിതരുമായിട്ടുള്ള യാത്രകളും ഇടപാടുകളും പരമാവധി നിങ്ങൾ കുറയ്ക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ദർശിച്ച് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് അത്യുത്തമമായിരിക്കും. നാഗദൈവങ്ങൾക്ക് കരിക്ക് അഭിഷേകം നടത്തുന്നതും നിങ്ങൾക്ക് ഈ സമയം ഉത്തമമാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഈ 5 നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഈ പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.